+1 പോകുമ്പോഴേക്കും ഒരു ആക്സിഡന്റ് ഉണ്ടായി. പിന്നെ അതൊന്നും സാരമില്ല, പഠിത്തൊക്കെ ഇനി ആവാലോ. ഞാനിന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലട്ടെ, അവര് കാത്തിരിക്കായിരിക്കും. ശരി മോളെ. അപ്പൊ പഠിത്തവും ഇല്ല, പ്രസവിക്കേയില്ല. സച്ചിക്ക് വേണ്ടി ആലോചന തകൃതിയായി നടക്കുമ്പോ ഇതിനപ്പുറം യോഗ്യതയുള്ള വേറെ ആരുണ്ട്? നെല്ലിശ്ശേരി വീട്ടിൽ സച്ചിയിലൂടെ ഒരു അനന്തരാവകാശി ഉണ്ടാവുകയുമില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഒരു അടുക്കളക്കാരിയായി അവന്തികയുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയും ചെയ്യും. വല്ലാത്ത സങ്കടമായിപ്പോയി സന്ധ്യ. അവരോട് എന്ത് പറഞ്ഞാലും കുറെ നാളത്തേക്ക് അവരുടെ മനസ്സ് നീറി പുകഞ്ഞോണ്ടേയിരിക്കും. പിന്നല്ലാതെ ആ കൊച്ചിന്റെ ഭാവി പോയില്ലേ, അതും നല്ലൊരു സുന്ദരി മിടുക്കി കുട്ടിയാ. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നല്ലേ ഒരു വിവാഹവും കുട്ടികളും ഒക്കെ. ഇനിയൊരു ചികിത്സ കൊണ്ട് അവക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനാവില്ലേ? നിലവിലില്ല. എനിക്കതല്ല വിഷമം തോന്നുന്നത്. ഈ വിവരം അവരർച്ചനയോട് പറയുമ്പോ ആ കുട്ടി ഇതെങ്ങനെ എടുക്കുമെന്നുള്ളതാ. ചിലപ്പോ ഒരു ഷോക്കായി തന്നെ മാറാം. കാരണം ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങള് തകർന്നു പോവല്ലേ. ആഗ്രഹിച്ചൊരു ദാമ്പത്യ ജീവിതം, കുടുംബം, കുട്ടികൾ, അതൊക്കെ ഇനി എങ്ങനെ ആയിത്തീരും? അവൾക്കിതെല്ലാം അറിഞ്ഞുകൊണ്ട് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരാലോചനയും വരില്ലല്ലോ. ആലോചിച്ചു കഴിഞ്ഞു. ഞാൻ അവരുടെ ഒരു സമാധാനത്തിന് തൽക്കാലം ഇത് അർച്ചനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോട് സൗകര്യം പോലെ പറഞ്ഞു മനസ്സിലാക്കാന്ന് കരുതുക. വെരി ഗുഡ്. അതെന്തായാലും നന്നായി അവന്തിക. അവന്തികയ്ക്ക് അറിയാവുന്ന കുടുംബമാവുമ്പോ കാര്യങ്ങൾ നയത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും. അയ്യോ, ഈ റിപ്പോർട്ട് കൊടുത്തില്ലല്ലോ. ഈ റിപ്പോർട്ട് ഞാൻ അവർക്ക് കൊടുത്തോളാം. തീരെ പ്രതീക്ഷിച്ചില്ല ഞങ്ങള്. അന്ന് ആശുപത്രിയിൽ നിന്ന് കണ്ട ശേഷം 1-2 പ്രാവശ്യം വിളിച്ചതല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് വരുന്ന കാര്യത്തിന് ഒരു സൂചനയും തന്നില്ല. വരണമെന്ന് പല ദിവസവും പ്ലാൻ ചെയ്തതാ. കമ്പനിയില് നല്ല തിരക്കായിരുന്നു, അതാ നീണ്ടുപോയത്. എവിടെ മാഷിന്റെ മക്കളും മരുമകളും? അർച്ചനയെ ആദരയും മോന്റെ കുട്ടിയും കൂടെ അമ്പലത്തിൽ പോയി. മകനും മരുമകളും കൂടെ ഒരു വിവാഹ നിശ്ചയമുണ്ട്, അതിന് പോയിരിക്കുക. ഇപ്പൊ വരും. അവന്തിക ഇങ്ങോട്ടായിട്ട് ഇറങ്ങിയതാണോ അതോ മറ്റെവിടെങ്കിലും പോകുന്ന വഴി? അല്ല കമലെടുത്തി, ഇങ്ങോട്ടായിട്ട് തന്നെ ഇറങ്ങിയതാ. ഇറങ്ങിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാ. അതിവിടെ സംസാരിക്കാമോന്നറിയില്ല. അതെന്താ അങ്ങനൊരു ഉദ്ദേശം? അവന്തിയേക്ക് എന്തും പറയാമല്ലോ. ചുറ്റി വളയ്ക്കാതെ നേരിട്ട് കാര്യം പറയാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു അനിയനുണ്ടെന്ന്, സച്ചിദാനന്ദൻ. നെല്ലിശ്ശേരി കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD-യാ. കുറെ നാളുകളായി ഞങ്ങള് അവന് വേണ്ടി പ്രൊപ്പോസൽസ് നോക്കുന്നു. അവനും ഞങ്ങൾക്ക് മനസ്സിലിണങ്ങിയ ഒരു ബന്ധം വന്നിട്ടില്ല. വലിയ ബിസിനസ് ഗ്രൂപ്പുകളുടെയൊക്കെ ബന്ധങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അവനും ഞങ്ങൾക്കും അതിലൊന്നും താല്പര്യമില്ല. ഞങ്ങളുടെ ഇഷ്ടം വീടിനെ സ്നേഹിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന നാട്ടുമ്പുറത്തേറിയ ഒരു പെൺകുട്ടിയാ. അതും ഇങ്ങോട്ടുള്ള യാത്രയും തമ്മിലുള്ള ബന്ധം പിടികിട്ടിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് ഇവിടുത്തെ കുട്ടിയെ കിട്ടിയാ കൊള്ളാന്നുണ്ട്. അർച്ചനയുടെ കാര്യം അവന്തികയോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അവള് നിൽക്കുമ്പോ ആതിരയുടെ കല്യാണത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. അതല്ല, അവളിപ്പോ പഠിക്കുകയല്ലേ. അർച്ചനയുടെ കാര്യം ആലോചിക്കുമ്പോ തന്നെ ചങ്ക് പൊട്ടുന്ന വേദനയാ. അവക്കിതറിയില്ല. അവളെ നിർത്തിക്കൊണ്ട് അനിയത്തിയുടെ കല്യാണം നടത്താന്ന് പറഞ്ഞ അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് ആതിരയല്ല, എന്റെ അനിയത്തിയായിട്ട്
അർച്ചനെ മതി എനിക്ക്. അവന്തി എന്താ പറഞ്ഞേ? അർച്ചനെ മതിയെന്നോ? അതെ, ഞാൻ അവളെ വല്ലാതങ്ങ് ആഗ്രഹിച്ചു പോയി. എന്റെ സച്ചിയുടെ ഭാര്യയായിട്ട്, എന്റെ അനിയത്തിയായിട്ട്, നെല്ലിശ്ശേരി തറവാടിന്റെ മരുമകളായിട്ട്. അല്ല വന്തിയെ, അച്ചുവിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും? അതെ, അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. അത് അവളുടെ കുഴപ്പമല്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇന്നത്തെ കാലത്ത് അത്യാധുനിക ചികിത്സാ സൗകര്യമുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സച്ചിയോടും അച്ഛനോടും പറയുന്നുണ്ട്. കമലേ, വിഷമിക്കണ്ട. സച്ചിയും അച്ഛനും ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും ചിന്തിക്കോ പ്രവർത്തിക്കോ ഇല്ല. അർച്ചനെ സച്ചിക്ക് ഇഷ്ടപ്പെടും, അത് തീർച്ചയാ. അങ്ങനെയാണ് അർച്ചന സച്ചിയുടെ ഭാര്യയായിട്ട് നെല്ലിശ്ശേരിയിൽ വന്നത്. എല്ലാവരും പെൺകുട്ടികളെ ജാതകം നോക്കി തിരഞ്ഞെടുക്കുമ്പോ ഞാൻ അവളുടെ മെഡിക്കൽ റിപ്പോർട്ട് നോക്കി തിരഞ്ഞെടുത്തതാ. ഇതാണ് ആ ജാതകം, മെഡിക്കൽ ജാതകം. അവൾക്ക് അമ്മയാവാൻ കഴിയില്ല എന്നറിയുന്നത് എനിക്കും സന്ധ്യയ്ക്കും മാഷിനും കമലയിടത്തിക്കും ഇപ്പൊ നിനക്കും മാത്രം. ചേച്ചിക്ക് എന്നെ വിശ്വസിക്കാം. നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ചേച്ചിയോട് ഞാൻ ഇത്രയെങ്കിലും വിശ്വസ്തത കാണിക്കണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം അർച്ചന ഹോസ്പിറ്റലിൽ അച്ഛനെയും കൊണ്ട് പോയപ്പോ ഡോക്ടർ സന്ധ്യയെ കണ്ടു. അപ്പോൾ അവള് സ്കാൻ റിപ്പോർട്ട് ചോദിച്ചിരുന്നു. അതന്വേഷിച്ചാണ് അന്ന് സന്ധ്യ അപ്രതീക്ഷിതമായി കയറി വന്നത്. അർച്ചനെ അവിടെ വെച്ച് സന്ധ്യ കണ്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? അന്നത്തെ ചേച്ചിയുടെ വെപ്രാളം ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഡോക്ടർ സന്ധ്യ, അടുത്ത എന്റെ തലവേദന ഇവളാ. എങ്ങനെയെങ്കിലും പുതിയ കഥകളുണ്ടാക്കി ഇവളെ ഇനി ഒതുക്കണം. നമ്മൾ മക്കളെ സ്നേഹിക്കുന്ന പോലെ അവര് നമ്മളെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ലല്ലോ കമലേ. അവര് നമ്മുടെ സ്നേഹത്തെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്കവരെ സ്നേഹിക്കാതെ വേറെ വഴിയില്ലല്ലോ. ശരിയാ. സ്വന്തം മകളെ ജീവനേക്കാളധികം സ്നേഹിക്കുന്ന മഹാദേവൻ എന്നൊരു അച്ഛൻ്റെയും സ്വന്തം അച്ഛൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു മകളുടെയും അവർക്കിടയിലെ പ്രശ്നങ്ങൾ അകറ്റാൻ വരുന്ന ഗംഗി എന്ന പെൺകുട്ടിയുടെയും കഥ പറയുന്ന മായാ മയൂരം എന്ന സീരിയൽ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. തിരിച്ചറിയപ്പെടാത്ത സ്നേഹത്തിന്റെ കഥയാ. സ്നേഹം ഒരു നാൾ തിരിച്ചറിയും കമലേ. ചിലപ്പോ കുറച്ചു വൈകുമെന്ന് മാത്രം. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ അതാണ്. അമ്മേ, 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 ആതിരാൻറ്റി അമ്മയെ കണ്ടോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. അമ്മ ചിലപ്പോ അമ്മയുടെ വീട്ടിൽ പോയതാവും. എന്നിട്ടെന്താ എന്നെ കൊണ്ടുപോകാത്തെ? അമ്മ വരട്ടെ, നമുക്ക് ചോദിക്കാട്ടോ. മോളകത്ത് പോയി ഭക്ഷണം കഴിക്കും. ആന്റി അവിടെ ഭക്ഷണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചെല്ല്. അച്ഛാ, ഏട്ടത്തി വഴക്കിട്ടാണോ ഇറങ്ങിപ്പോയത്? അതിനും മാത്രം എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? അച്ഛനില്ലായിരുന്നു ഇവിടെ. അവൾ അവളുടെ സങ്കടം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയണമെന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ കേൾക്കില്ല. അല്ലെങ്കിലും കുറച്ചു നാളായി അമ്മ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ കിടന്ന് വർത്തമാനം പറയുന്ന കേൾക്കാം. അവൾ ആവശ്യമില്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ എന്തിനാണ് അർച്ചനയോട് വിളിച്ച് പറയുന്നത് ഞാൻ ചോദിച്ചോളൂ. അല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനും മാത്രം ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല. ഏട്ടത്തിയുടെ കൂട്ടുകാരികളുടെ നമ്പറൊന്നും എന്റെ കയ്യിലില്ലാതായിപ്പോയി. അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കായിരുന്നു. ഞാൻ എന്തായാലും അനൂപേട്ടനൊന്ന് വിളിക്കട്ടെ അച്ഛാ. ഇനി ഓഫീസിലേക്ക് എങ്ങാനും ചെന്നോന്നറിയാലോ. അവനെ വിളിച്ചു പറഞ്ഞിരുന്നു മോളെ. അവള് വല്ല കടയിലോ പോയി കാണുമെന്ന് അവൻ പറയുന്നത്. ഒരു കാലത്ത് ഒരു അത്യാവശ്യത്തിന് വിളിച്ചാ അനൂപേട്ടനെ കിട്ടില്ല.
എപ്പോ നോക്കിയാലും പരിധിക്ക് പുറത്താ. അച്ഛാ, മീരടത്തിന്റെ വീട്ടിൽ വിളിച്ചായിരുന്നോ? ഓ, വിളിച്ചു മോളെ. മീരയുടെ അച്ഛൻ ടൗണിലോ മറ്റോ ആണ്. ഞാൻ പിന്നെ വെറുതെ വിളിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചു. നിന്റെ അമ്മയാ അവളുടെ അമ്മയെ വിളിച്ചത്. അവിടെ ഉള്ളതായിട്ട് അവരും പറഞ്ഞില്ല. ഇനിയിപ്പോ അച്ഛ ചേച്ചിയുടെ അടുത്ത് പോയി കാണോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവൾ അവിടെ ഒന്നും പോകാൻ സാധ്യതയില്ല. പിന്നെ വെറുതെ വിളിച്ച് അവളെ കൂടി ടെൻഷൻ അടിപ്പിക്കണ്ട. എല്ലാവരും അറിയിച്ച് വെറുതെ നാണക്കേട് ഉണ്ടാക്കണ്ട. അനു പോരട്ടെ. ഈ ഏട്ടത്തിന്റെ ഒരു കാര്യം, ഇതെവിടെ പോയതായിരിക്കും? അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? രാവിലെ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? എടുത്തി അച്ഛനെ സന്യസിക്കാൻ പോയതാ പോലും. പണ്ടേതോ രാജാവ് ഉറക്കത്തിൽ നിന്ന് എണീറ്റു പോയില്ലേ, ഭാര്യയോടും മക്കളോടും പറയാതെ. അതുപോലെ അച്ഛനൊരു കൈ നോക്കിയതാ. അങ്ങനെ ആശ്രമത്തിൽ പോണമെന്നുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഒരു വാക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ആരെങ്കിലും കൂടെ വന്നേനല്ലോ. അതൊന്നും സാരമില്ല മോളെ. രാവിലെ ഒരു തോന്നൽ സ്വാമിജിയെ കാണണമെന്ന്. വേഗം വരാന്ന് കരുതി പോയതാ. എന്നിട്ട് നേരത്തെ വന്നല്ലോ അല്ലേ? സ്നേഹക്കുട്ടിന്ന് ആകെ കലിപ്പിലാണല്ലോ. പിന്നല്ലാതെ അവൾ വല്ലാതെ പേടിച്ചുപോയി. ഇനിയെങ്കിലും അച്ഛൻ ഇങ്ങനൊന്നും ചെയ്യല്ലേ. പ്രായം കൂടുന്തോറും വല്ലാത്ത ആദ്യം കൂടും മോളെ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം തികഞ്ഞ സേതുവിന് ഇനി എന്തു വേണമെന്ന എല്ലാവരുടെയും ചോദ്യം. സേതുവിന്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും ആർക്കും അത് പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല. എന്താണ് എൻ്റെ മനസ്സിലെന്ന് നിങ്ങൾ ചോദിച്ചാലും അത് പറഞ്ഞു തരാനും എനിക്കാവില്ല. അത് ഈ പ്രായത്തിന്റെ സ്വഭാവ. മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ട. അച്ഛനത് എപ്പോ എത്തി? ആശ്രമത്തിലെ അന്തേവാസമൊക്കെ കഴിഞ്ഞ് സ്വാമിജി ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഒക്കെ ഒരു തോന്നലിന്റെ പുറത്ത് ഇറങ്ങി പോയതാ സച്ചി. ഇത്രയും ദൂരമൊന്നും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ആരോഗ്യം അച്ഛനില്ലല്ലോ. അച്ഛൻ അതൊന്നും ഓർത്തില്ലല്ലോ. 60 വയസ്സ് ഒരു വയസ്സാണോ സച്ചി? സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യാനുള്ള പ്രായമേ ആയിട്ടുള്ളൂ. അത് ആരോഗ്യമുള്ളവർക്ക്. അച്ഛനല്ല. എന്തിനും ഏതിനും അച്ഛൻ നായകനെ കണ്ടുപിടിക്കണ്ട. പോട്ടെ, തർക്കത്തിനും വാദത്തിനും ഒന്നും ഞാനില്ല. ഇനി പോകില്ല. പോരെ. സ്വാമിജി വന്ന കാര്യം അച്ഛനെന്താ ഞങ്ങളോട് പറയാതിരുന്നേ? എനിക്ക് സ്വാമിജി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഓ കൊള്ളാം. അവന്തിക എടുത്തിയും അച്ഛന്റെ പാത പിന്തുടരാൻ തീരുമാനിച്ചോ? ഭക്തിമാർഗം. സ്നേഹ, വെറുതെ സ്വാമിജിയെ കളിയാക്കാൻ നിൽക്കണ്ട. അവസാനം കരയേണ്ടി വരും. ഇത് കേരള ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഫയൽ ആണല്ലോ. ആരുടെയാ? കാണട്ടെ. ഇതോ? ഇത് അതല്ല ചാ. ഇത് അനക്കയുടെ കോഴ്സിന്റെ കാര്യങ്ങളാ. ഓ, അന്നവള് ഇന്റർവ്യൂവിന് പോയല്ലോ. അതിന്റെ കാര്യങ്ങള് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിക്കാൻ പോയതാ. അതെല്ലാം കൂടെ അനക്കെടുത്ത് ഈ ഫയലിൽ വെച്ച് തന്നതാ. ഓ, ആ പിന്നെ സ്വാമിജി എന്തു പറഞ്ഞാ? പറഞ്ഞതൊന്നും അത്ര നിസ്സാര കാര്യങ്ങളല്ല. നമ്മളെ മൊത്തം ബാധിക്കുന്ന. എന്താണെങ്കിലും അച്ഛൻ പറ, എല്ലാരും കേൾക്കട്ടെ. കുടുംബത്തിൽ നിന്നും ചിലര് പടിയിറങ്ങും, ചിലര് കയറി വരും. അതിന് കുടുംബത്തിലെ ചിലര് കാരണമാണ്. എന്നാലും ആര് പടിയിറങ്ങി പോകുന്ന കാര്യമായിരിക്കും അച്ഛനെ പറഞ്ഞത്? അച്ഛമ്മ, എനിക്ക് അമ്മയെ കാണണം. അമ്മ ഇപ്പൊ വരും. എനിക്ക് അമ്മ കാണണം.
മോളെ അമ്മ ഇപ്പൊ വരും, മോള് കരയണ്ട. എത്ര നേരം അമ്മ വരും വരുന്ന് പറഞ്ഞ എല്ലാവരും പറ്റിക്കുന്നു, ഇതുവരെ വന്നില്ലല്ലോ. അനൂപേട്ടൻ ഏട്ടത്തെ അന്വേഷിച്ചില്ലേ? നേരെ എത്രയായി അനൂപ് നിന്നോട് ഇത് വിളിച്ച് പറഞ്ഞിട്ട്? നീ എന്താ സീരിയസ് ആയിട്ട് എടുക്കാത്തത്? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ, പോയിട്ട് വരട്ടെ. എവിടെയാന്ന് വെച്ചാ. നീ എന്താണ് ഇത്ര നിസ്സാരമായിട്ട് പറയുന്നത്? അതെ, അവൾ എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു പറഞ്ഞ് അന്വേഷിക്കാതെ തല്ലുകൊടുത്തിനും പറയുന്നോ? അതിപ്പോ അമ്മയും കൂടി ഓർക്കണായിരുന്നു. കിട്ടുമ്പോഴൊക്കെ അവളെ കുത്തി കുത്തി വരുമെന്ന് പറയുമ്പോ ആലോചിക്കണായിരുന്നു. ഇപ്പൊ കുറ്റം എന്റേതായോ? നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി. ആരായാലും സ്വൈര്യം കൊടുക്കണം. നീ തന്നെ ഇത് പറയണോടാ? ഞാൻ നിന്റെ കെട്ടിയവരോട് അമ്മായിമ്മ പോലെ എടുക്കുന്നതല്ലേ നീ ഇപ്പൊ പറഞ്ഞത്? എന്റെ ഭഗവതിയാണ്, ഞാൻ അവൾ എന്റെ മോളെ പോലല്ലാതെ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഈ 2 പെമ്മക്കളെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് അവളെയാ. എന്നിട്ടാ നീ എന്നോട് നിർത്തുന്നുണ്ടോ? അനൂപേട്ട, ഏട്ടത്തി വേറെ ദൂരെ എങ്ങും പോകാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് ഏട്ടത്തി വീട്ടിൽ തന്നെ പോയി കാണുമെന്ന. എന്നാ അവരെങ്കിലും വിളിച്ചു പറയില്ലേ? അവർക്കറിയില്ലല്ലോ ഏട്ടത്തി പിണങ്ങിയാ വരുന്നെന്ന്. ഏട്ടൻ അവിടുത്തെ അച്ഛനെയോ അമ്മയോ വിളിച്ചു നോക്കിയേ. ഇനി അവൾ അവിടെ ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവില്ലേ? മോനെ, നേരെ ഇത്രയായി, നീ എന്തെങ്കിലും ചെയ്യ്. എനിക്ക് വല്ലാത്ത ആശങ്ക തോന്നുന്നു. നീ എവിടെങ്കിലും പോയി അന്വേഷിക്കേ, അല്ലാതെ ഞാനിപ്പോ എന്തോ പറയാനാ? എന്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ, അവക്കൊരാപത്തും വരാതെ നീ തന്നെ ഇവിടെ എത്തിക്കണേ. മോനെ, അവിടെ ഒന്നും കണ്ടില്ലെങ്കിലേ സ്റ്റേഷനിലൊന്ന് അറിയിക്കണേ. അച്ഛാ, എനിക്ക് അമ്മയെ കാണണം അച്ഛാ. മോളെ പറയുന്നത് ഞാൻ പോയി നോക്കിയിട്ട് വരാം. മീരടുത്തി, അമ്മേ. എന്റെ പൊന്നു കുഞ്ഞ്, നീ എവിടെ ആയിരുന്നിട്ട് ഇത്ര നേരം? നിന്നേ. ഇത്രയും നേരം നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ചോദിച്ചായിട്ടില്ലേ? തൊട്ടുപോരുന്നവളെ. ഇനി ഒരക്ഷരം ഇതിനെ സംബന്ധിച്ച് ഇനി ഇവിടെ ആരും മിണ്ടിപ്പോരുത്, കേട്ടല്ലോ? ഈ ഫയലിലെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഞാൻ ചേച്ചിയോട് വഴക്കിട്ടതും ബഹളം ഉണ്ടാക്കിയതും ഒക്കെ. പക്ഷേ ഞാൻ ചേച്ചിയെ മനസ്സിലാക്കാതെ പോയി. നിന്റെ ചില നേരത്തെ പെരുമാറ്റം എനിക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കിയെന്നറിയാമോ? ഞാനതൊക്കെ ക്ഷമിച്ചു നിന്നത് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം തകർന്നു പോകാതിരിക്കാനാ. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ ചേച്ചി. ഞാൻ നോക്കുമ്പോ ചേച്ചി എപ്പോഴും എനിക്കെതിരെ സംസാരിക്കുന്നു, എല്ലാത്തിനും ദേഷ്യപ്പെടുന്നു, മൊത്തത്തിലും എന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ നടക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു മോളെ. നീ ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്ന്, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന്. അതായിരുന്നു ഇത്രയും നാള് നിന്നിൽ നിന്നും ഈ കാര്യം മറച്ചു പിടിക്കേണ്ടി വന്നത്. നമ്മുടെ ഭാവിക്ക് വേണ്ടി ഇത്രയും തലപുകഞ്ഞ് ആലോചിച്ച് ചേച്ചി ഒരു പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നന്ദേട്ടം പോയതിനു ശേഷം ചേച്ചി ആകെ തകർന്നു പോകുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. പിന്നെ ചേച്ചിയുടെ വാശിയോടെയുള്ള വളർച്ച കണ്ടപ്പോ ആർക്കൊക്കെയോ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുവാണെന്ന് തോന്നി. അതൊക്കെയായിരുന്നു എനിക്കാകെ ഇറിറ്റേഷൻ തോന്നിയത്. ഞാൻ വണ്ടിക്കാളെ പോലെ കിടന്ന് വലിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. നാളെ സച്ചിക്കും സന്ദീപിനും ഭാര്യമാരായിട്ട് വരുന്നവര് ഞാൻ കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ അനുഭവിക്കും. അവരുടെ മക്കള് ഇക്കണ്ട സ്വത്തുക്കൾക്കൊക്കെ അവകാശികളാവും. ഞാനും നീയും അവരുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് എപ്പോഴും എനിക്ക് തോന്നി. അതെനിക്ക് ചിന്തിക്കാനാവില്ലാത്ത കാര്യ. അപ്പോ ആലോചിച്ചതാ, വെറും വെള്ളം കോരിയും വിറകുവെട്ടുകാരിയുമായിട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ലാന്ന്. അപ്പൊ തീരുമാനിച്ചതാ, സച്ചിക്ക് കുട്ടികൾ ഉണ്ടാവരുത്.
പ്രസവിക്കാത്ത ഒരുത്തിയാവണം അവന്റെ ഭാര്യയെന്ന്